ഇത് ഞാനുണ്ടാക്കിയ ഒരു സ്ക്രാപ്പ് ആൽബമാണ്. പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ്ങിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അത് ഫ്രീ ആം ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ഇത് മൈദയിൽ കളർ മിക്സ് ചെയ്ത് വിരൽ കൊണ്ട് വരച്ചെടുക്കുന്നത്. പിന്നെ പെൻസിൽ ഡ്രോയിങ്, പെൻസിൽ വെച്ച് HB പെൻസിൽ വെച്ച് സ്കെച്ച് ഇട്ട് അതിനുശേഷം ഷെയ്ഡിങ് പെൻസിൽ കൊണ്ട് കുറച്ച് ഷെയ്ഡിങ്ങും കൂടി ചെയ്തുണ്ടാക്കുന്നു. പേപ്പർ ബിറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ പേപ്പർ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് ഒട്ടിക്കുന്ന നമ്മളെ കൊളാഷ് വർക്ക് തന്നെയാണ്. പേപ്പർ ടിയറിങ് വർക്ക് എന്ന് പറയുമ്പോൾ നമ്മളൊരു ചിത്രം വരച്ച് അതിന് സൈഡ് എന്തെങ്കിലും പിന്നോ മറ്റോ ഉപയോഗിച്ച് ഡോട്ട്സ് ഉണ്ടാക്കി കീറിയെടുക്കും. സ്ട്രോ വർക്ക് നമ്മൾ വൈക്കോൽ ഉപയോഗിച്ച് ഒട്ടിച്ച് അത് കട്ട് ചെയ്ത് പല ഷേപ്പുകളിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചുണ്ടാക്കുന്നു. ക്രയോൺ വർക്ക് പിന്നെ പറയാനില്ലല്ലോ, ക്രയോൺസ് ഉപയോഗിച്ച് ലാൻഡ്സ്കേപ്പ്. പെയിൻറ്റിങ് വാട്ടർ കളർ പെയിൻറ്റിങ് ആണ് ചെയ്തിരിക്കുന്നത്. സാൻഡ് വർക്ക് മണൽ ഉപയോഗിച്ച് ചെയ്യുന്നു. മണൽ കിട്ടിയില്ല, പകരം സാധാ മണ്ണ് ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തത്. പഞ്ച് വർക്ക് പഞ്ചിങ് മെഷീനിൽ പേപ്പർ വെച്ച് കളർ പേപ്പേഴ്സ് വെച്ച് അത് ഒട്ടിച്ചുണ്ടാക്കുന്നത്. സോഡസ്റ്റ് നമ്മുടെ മരപ്പൊടി. കോട്ടൺ വർക്ക്, ചിത്രം വരയ്ക്കുക, അതിന് മുകളിൽ കോട്ടൺ ഗം ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കണം. മാച്ച് സ്റ്റിക്ക് തീപ്പെട്ടിക്കോല് കൊണ്ട് ക്ലോത്ത് വർക്ക്, നമ്മൾ എന്തെങ്കിലും ഒരു ക്ലോത്ത് കട്ട് ചെയ്ത് ഒരു ഡ്രസ്സിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്ത്. വിത്ത് വർക്ക് കുറച്ച് പണിയുള്ളതാണ്. നമ്മൾ മരച്ചീനിൻ്റെ കമ്പ് ഉണക്കിയെടുത്ത് അതിൻ്റെ അകത്തുള്ള കാമ്പ് ഒട്ടിച്ചുണ്ടാക്കുന്നത്. സ്റ്റിച്ചിങ് കാർഡ് എളുപ്പമാണ്. ഒരു ചിത്രം വരച്ച് അതിനെ കട്ട് ചെയ്തെടുത്ത് അതിന് സൂചി നൂല് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തുണ്ടാക്കും. പേപ്പർ ബോൾ പ്രിൻറ്റിങ്, പേപ്പർ ചുരുട്ടി വാട്ടർ കളറിൽ ഡിപ്പ് ചെയ്ത് അതുകൊണ്ട് പെയിൻറ്റിങ്, ബ്രഷോ ഒന്നും ഉപയോഗിക്കാതെ. പെൻസിൽ ഷവർ, പെൻസിൽ ചെത്തി കെട്ടുന്നതിൻ്റെ ഷേവിങ്സ് ഉണ്ടല്ലോ, അത് ഉപയോഗിച്ച് ഒട്ടിച്ചെടുത്തുണ്ടാക്കുന്നത്. ത്രെഡ് വർക്ക്, നമ്മൾ ചിത്രം വരച്ച് കഴിഞ്ഞതിന് ശേഷം ഔട്ട്ലൈൻ ഇത് ത്രെഡിന് ഒട്ടിച്ചുണ്ടാക്കുന്നത്.
മാറ്റ് വർക്ക് നമ്മൾ പായമടയും പോലെ 2 കളറിലുള്ള പേപ്പേഴ്സ് എടുത്ത് നെയ്തുണ്ടാക്കുന്നത്. വൂളൻ ത്രെഡ് വാങ്ങി ഷേപ്സിൽ ഒട്ടിച്ചുണ്ടാക്കുന്ന വൂളൻ വർക്ക്. സീക്വൻസ് വർക്ക് നമ്മൾ ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന സീക്വൻസ് ഒട്ടിച്ചുണ്ടാക്കുന്നത്. നെക്സ്റ്റ് കളർ ബ്ലോയിങ് വർക്ക്. കളർ ചെറിയ തുള്ളികൾ അവിടെ ഡിപ്പ് ചെയ്ത് അതിനെ ബ്ലോ ചെയ്ത് സ്ട്രോ ഉപയോഗിച്ച് ഊതിയാൽ ഇതുപോലെ സ്പ്രെഡ് ആയിക്കോളും പല ഷേപ്സിൽ. സീഡ് വർക്ക് നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും സീഡ് എടുത്ത്, പാരറ്റിന് ഇപ്പോൾ ഞാൻ ചെറുപയർ ഉപയോഗിച്ച് ചെയ്തതാണ്. എഗ്ഷെൽ നമ്മുടെ മുട്ടത്തോട് ഒട്ടിച്ച് ഔട്ട്ലൈൻ ഫില്ലിംഗ് വർക്ക്. ഷേപ്സ് കട്ട് ചെയ്തൊട്ടിക്കുക പല കളറിലുള്ള പേപ്പേഴ്സ്. ഔട്ട്ലൈൻ ഡോട്ട്സും സെയിം തന്നെ, അതേ ഷേപ്സ് കട്ട് ചെയ്തൊട്ടിച്ചതിന് ശേഷം ഔട്ട്ലൈൻ ഡോട്ട്സ് ചെയ്യാം. പേപ്പർ കട്ടിംഗ് വർക്ക് ഷേപ്സിൽ കട്ട് ചെയ്ത് കളർ പേപ്പേഴ്സ് കട്ട് ചെയ്ത് പെയിൻ്റ് ഒന്നും ഉപയോഗിക്കാതെ കളർ പേപ്പേഴ്സ് കൊണ്ട് തന്നെ ചിത്രം ഉണ്ടാക്കും. സാൻഡ് പേപ്പർ, ഒരു ഫുൾ സാൻഡ് പേപ്പർ എടുത്ത് അതിൽ ഒരു ചിത്രം വരച്ച് അതിനനുസരിച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചത്.